എൻ പ്രതാപൻ അന്വേഷണത്തിലെ മൂന്നാം അന്വേഷണത്തിന്റെ റിപ്പോർട്ട് വരാൻ ഇനി അധികം കാലതാമസമില്ല. കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നു. സുരേഷ് ഗോപിയിൽ ചോദ്യം ചെയ്തിരിക്കുന്നു. എന്താണ് പ്രതികരണം? ഇത് ഈ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന ആരോപണങ്ങളെ ഏത് നിലയിൽ റിപ്പോർട്ട് ശരിവെക്കാനാണോ തള്ളാനാണോ സാധ്യത അങ്ങ് കരുതുന്നത്? ഇത് രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ളത് പൂർണ്ണമായും ശരിയാണെന്ന് വീണ്ടും വീണ്ടും വരികയാണ്. നേരത്തെ ഞങ്ങൾ പൂരം നടന്ന സന്ദർഭത്തിൽ ആ ദിവസം തന്നെ സേവാഭാരതിയുടെ ആംബുലൻസിൽ എങ്ങനെ സുരേഷ് ഗോപി അവിടെ എത്തി? ഒന്നാമത് ആംബുലൻസ് രോഗികളെ കൊണ്ടുപോകാനുള്ളതാണ്. ആ രോഗികളെ കൊണ്ടുപോകാനുള്ള ആംബുലൻസിൽ ഒരു സ്ഥാനാർത്ഥിയെ, BJPയുടെ സ്ഥാനാർത്ഥിയെ ആ സ്പോട്ടിലേക്ക് പോലീസിന്റെ അകമ്പടി, മുന്നിലും പിന്നിലും പോലീസിന്റെ അകമ്പടി സ്വീകരിച്ചാണ് കൊണ്ടുപോയത്. ഇത് പരിപൂർണമായും നിയമലംഘനം തന്നെ ആയിരുന്നു. ആ നിയമലംഘനത്തിന് പോലീസ് കൂട്ടുനിൽക്കുകയാണ്. ADGP MR അജിത് കുമാർ തൃശ്ശൂർ ക്യാമ്പ് ചെയ്താണ് ഇത് ചെയ്തത്. മന്ത്രിയായ ഫോൺ പോലും എടുക്കാതെ ഇത്തരം ഈ ആംബുലൻസിന് പിന്തുണ, മുന്നിലും പിന്നിലും പിന്തുണ കൊടുക്കാൻ വേണ്ടി സൗകര്യം ഒരുക്കിയതിൽ തന്നെ പൂർണ്ണമായും ഗൂഢാലോചന ഉണ്ട് എന്നുള്ളത് വസ്തുതയാണല്ലോ. അപ്പൊ ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് BJP സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂരിൽ ജയിക്കാൻ വേണ്ടി CPM-മായി ഉണ്ടാക്കിയ അന്തർധാരയുടെ ഭാഗമായിട്ടായിരുന്നു പൂരം കലക്കിയത്. ഓരോ ദിവസം ചെല്ലുന്നവരും അതിന്റെ തെളിവുകൾ പുറത്തേക്ക് വരുമ്പോൾ വസ്തുതകൾ വളരെ പച്ചയായി ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രതാപൻ പ്രതികരണം അറിയിച്ചതിന്. എന്തായാലും സുരേഷ് ഗോപിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായിരിക്കുന്നു. ഇന്നലെയായിരുന്നു അതീവ രഹസ്യമായിട്ട് മൊഴി രേഖപ്പെടുത്തിയത്. വൈകാതെ തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.